ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു റംബൂട്ടാനിലൊരു കീടബാധ ഉണ്ടായിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ കീടത്തിൻ്റെ ബാധ മൂലം, ഈ കീടത്തിൻ്റെ അറ്റാക്ക് മൂലം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില കൊമ്പുകൾ പെട്ടെന്ന് ഉണങ്ങി അങ്ങ് കരിഞ്ഞു പോവുക. പെട്ടെന്ന് അങ്ങ് ഉണക്കടിച്ചിട്ട് കരിഞ്ഞു പോവുക. അതിനോടൊപ്പം തന്നെ ആ കമ്പും അങ്ങ് ഉണങ്ങി പോവുക. ഞാൻ ഇതിനകത്ത് ആയിരിക്കുന്ന കീടത്തിനെ ഒന്ന് കാണിച്ചു തരാം. ഈ വെള്ള കളറിൽ കാണുന്നുണ്ടോ? വെള്ള കളറിൽ ഇതാണ് മീലിബഗ് ഇനത്തിൽപ്പെട്ട ഒരു കീടത്തിൻ്റെ ആക്രമണമായി ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ആ കമ്പിന് ഉണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോവുക. അതിനുശേഷം ഇങ്ങനെ അങ്ങ് കരിഞ്ഞു പോവുക, ഇല അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഈ ചെടി ഇത്ര ഹൈറ്റിൽ പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് 1-2 കമ്പുകളിൽ ഇങ്ങനെ പ്രശ്നം കാണിച്ച്. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞില്ല. അന്നേരം പ്രൂൺ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇത് ഉണങ്ങിപ്പോയാലോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. ഇപ്പം നമ്മുടെ മേളിലുള്ള ഒരു കൊമ്പൂടെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. നേരത്തെ ഈ സൈഡിലുണ്ടായിരുന്ന കമ്പുകൾ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കീടം ബാധിച്ചത്. അപ്പോൾ ഇതിന് നമുക്ക് എന്തോ സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ദാണ്ടെ ഇതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇവിടെ അതേപോലെ നോക്കട്ടെ, വേറെ ഏതെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിൽ കീടം ബാധിച്ചിട്ടുണ്ടോ നോക്കാം. ഉണ്ട്, മേളിലൊക്കെ 1-2 സ്പോട്ടുകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് കൊമ്പുകളിലൊക്കെ ഈ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഈ കീടം. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കീടബാധ ഏറ്റ കമ്പ് വെട്ടിക്കളയുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ഉണങ്ങിപ്പോയ കമ്പുകൾ വെട്ടിക്കളയാം, എന്നിട്ട് ഇത് കത്തിച്ച് കളയണം. അതുപോലെ തന്നെ എന്നിട്ട് ഈ ചെടിക്കകത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊക്കെ കീടബാധ ഏറ്റ സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ കഴുകി വൃത്തിയാക്കണം. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കാം. എക്കാലക്സോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിർമ്മിക്കുന്നതോ അങ്ങനെ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡിലൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. സാധാരണ ഈ ഒരു റംബൂട്ടാനകത്ത് ഇത് അധികം ബാധിക്കാറില്ല. ഈ 35 എന്ന് പറയുന്ന ഈ ഒരു ഇനത്തിനാണെങ്കിൽ പ്രതിരോധശേഷി തീരെ കുറവാണ് ഈ ഒരു ഇനത്തിന്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അറ്റാക്ക് കൂടുതൽ രീതിയിൽ ഇതിനെ അറ്റാക്ക് ചെയ്തേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തായിട്ടൊരു നിപ്പുണ്ട്, ഒരു ചാമ്പ നിപ്പുണ്ട്, ആപ്പിൾ ചാമ്പ. അതിനകത്ത് ഈ കീടബാധ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് പടർന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് നോക്കാം. ഇത് കാണാൻ കഴിയുന്നുണ്ടോ? ഇതിനകത്ത് ഒരു കീടമുണ്ട്. ഇതായിരിക്കാം. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വെള്ളം പോലെ അതിൻ്റെ കയ്യിൽ പറ്റുന്നുണ്ട്. അതെ, ഇതാണ് ആ കീടം. അത് പോയി. പിന്നെ ദാണ്ട ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, കുറച്ച് വലുതായിട്ടുള്ളത്. ഇങ്ങനെ 2 കീടമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കമ്പ് അങ്ങ് ഉണങ്ങിപ്പോയി. ഇത് കട്ടറിനകത്ത് നിൽക്കത്തില്ല, അതുകൊണ്ട് കത്തി വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്, ഇതങ്ങ് കരിഞ്ഞു പോയി. ഈ കമ്പിനകത്ത് എവിടെങ്കിലും കീടബാധ നന്നായി ഏറ്റിട്ടുണ്ട്. കണ്ടിൻ്റെ ബാക്കി കമ്പുകൾ ഉണങ്ങുന്നുണ്ട്. ഇതിനകത്തൊന്നും വെള്ളമൊന്നും ഇല്ല, അതെല്ലാം വറ്റി. എന്നിട്ട് കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ പച്ചപ്പായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമുക്കിത് കത്തിച്ച് കളയാനുള്ള കമ്പ കിടക്കട്ടെ. ഇതിൻ്റെ ബാക്കി കമ്പുകളും നമുക്ക് വെട്ടിക്കളയാം. ഇതിനകത്ത് കീടം അറ്റാക്ക് ചെയ്തത് ഇതൊരു ഉണങ്ങിയ കമ്പ് വെട്ടിയത്. അതാണ്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാം പോയി. ഇതിന് നടുക്കൂടെ ഒരു ചുമന്ന ഒരു വരയെ നമുക്ക് കാണാം. ഇപ്പോൾ ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ചെടി മൊത്തത്തിൽ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രൂൺ ചെയ്യാത്തത്. ഇനിയിപ്പം ഈ വേനൽക്കാലം കഴിഞ്ഞിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പം അടുത്ത പ്രാവശ്യം ഫ്രൂട്ട് ഉണ്ടാകത്തില്ല, സാരമില്ല, എന്നാലും ചെടി നന്നായിട്ട് വരും. പിന്നെ നമുക്കറിയാതെ എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയിലടിച്ച് ഇത് ഉണങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മണ്ടയിൽ എന്തെങ്കിലും ഓലയൊക്കെ ഇട്ട്
മറിച്ച് വെയിലടിക്കാതിരിക്കും. ആ സമയത്ത് ആക്ച്വലി നമ്മൾ ചെടിയല്ല സംരക്ഷിക്കുന്നത്, ഈ കീടത്തിനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെടിയെ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കണം. അപ്പം കഴുകി കൊടുക്കുമ്പോൾ നമ്മൾ ഈ കീടമൊക്കെ നമ്മൾ കാണുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, കഴുകി കളയണം. അതോടെ എക്സാമ്പിൾ കാണുന്നുണ്ടോ? അടുത്തോട്ട് ഈ കീടത്തിനെയൊക്കെ കഴുകി കളയുക. നന്നായിട്ട് ചെടി ഒന്ന് നനച്ചു കൊടുക്കുക, നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഹൈറ്റ് പ്രശ്നമാണിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും പാർട്ടിൽ ഇതായിട്ടുണ്ടെങ്കിൽ നമ്മളത് നന്നായി കഴുകി കൊടുക്കുക. അതുകൊണ്ട് ഇവിടെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പ്രഷറിൽ മേലോട്ടൊക്കെ അടിച്ച് കൊടുക്കുക. ഏതെങ്കിലും സ്ഥലത്ത് ഇതായിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. ഇപ്പോൾ ചെടിയെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കീടനാശിനി നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കീടനാശിനി നമുക്ക് തന്നെ നിർമ്മിക്കാവുന്നതേ ഉള്ളത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സാധാരണ സോഡാപ്പൊടി 1 സ്പൂൺ എടുക്കുക. 1 സ്പൂൺ സോഡാപ്പൊടി 1 ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുപ്പിയിൽ നമ്മൾ എടുക്കേണ്ടതാണ്. 1 സ്പൂണ്, സാധാ 1 സ്പൂണ് എടുത്താൽ മതി. അതിനുശേഷം സോപ്പ് ലായനി ഒരു 5 ml കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ അതിൻ്റെ കുപ്പിയുടെ അടപ്പിലെടുത്താൽ മതി. ഏകദേശം 5 ml സോപ്പ് ലായനി നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഡിഷ് വാഷറോ എന്തെങ്കിലും നമ്മൾ എടുക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. വേപ്പെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും വെളിച്ചെണ്ണയോ അങ്ങനെ ഏതെങ്കിലും ഒരു എണ്ണയും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അതും ഒരു 5 ml കൂടെ ചേർത്തിട്ട് നമുക്കൊരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കണക്കാണ് പറഞ്ഞത്. 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഇത് ലയിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ചെടിക്കകത്തോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മിശ്രിതത്തിനകത്ത് നമ്മൾ 1 ലിറ്റർ വെള്ളവും കൂടെ ലയിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ ചെടിക്കകത്തോട്ട് ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലോട്ട് നമുക്ക് അടിച്ച് കൊടുക്കാം. അപ്പം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് അറ്റാക്ക് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ കഴുകിയപ്പോൾ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് ശരിക്കും നോക്കുക. എല്ലാ സ്ഥലത്തേക്കും നമുക്കിത് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ചെടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ ലിക്വിഡ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ഭാഗങ്ങളിലും നനച്ചു കൊടുക്കുക. എല്ലാ സ്ഥലങ്ങളിലും ഈ മരുന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ചെടിക്ക് നല്ല രീതിയിൽ നന കൊടുക്കുക. ഫുള്ള് നനയ്ക്കില്ല, ചെടിയുടെ മൂടൊന്ന് നനച്ചു കൊടുക്കുക. ഇപ്പോൾ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും മരുന്ന് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു.